അനുമോളെ കാണുമ്പോണ്ടല്ലോ നമ്മളെ മനസ്സൊക്കെ നിറഞ്ഞു. ചേച്ചിയുടെ മോനാണോ? കണ്ടാ പറയില്ല. പേരെന്താ പറഞ്ഞ? വിശ്വദേവ്. ആരാ ചേച്ചിയുടെ കല്യാണം? ചേച്ചി എങ്ങനെ? അടിപൊളിയായിട്ട് നടന്നു. കുറെ നാളുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചതാണ് അനുവിന്റെ കല്യാണം കൂടാൻ വേണ്ടിട്ട്. എല്ലാവർക്കും ഇഷ്ടമായില്ല അനുവിന്റെ ലുക്ക് ഇഷ്ടമായി. ചേച്ചിയാണോ ഒരുക്കിയത്? ശരി, വെള്ളം ചേച്ചി കുടിച്ച കുടിക്കാം. അതിനേക്കാൾ വാല്യൂ ഉണ്ടാകും. ഇങ്ങോട്ട് വന്നല്ലേ സൈഡ് നിങ്ങൾ ബ്രോ സൈഡ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ കാർപ്പറ്റ് മാറി പ്ലീസ്. പ്രവീണ പ്രവീണ കൊണ്ടു. നിങ്ങൾക്ക് എൻട്രി ഇല്ലേ? ഇവിടെ പുറത്ത് അകത്തില്ല, പുറത്തുണ്ട്. ആ കുറച്ച് കുറച്ച് നേരം ഉണ്ട്. 4 മണി. നിങ്ങളെല്ലാവരും ഒരു വിഷു വരാം. എന്നോട് പറയുന്നില്ല. ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ പറയാം ഹാപ്പി മാരീഡ് ലൈഫ്. ഒരാൾ മാത്രമേ ബാക്കി ആരും എന്താ പറയാ. അപ്പൊ ഞങ്ങളുടെ എനർജി ആയിട്ട് എല്ലാവരും മീഡിയക്കാരോട് ഒരു ഹാപ്പി മാരീഡ് ലൈഫ്. ഹാപ്പി മാരീഡ് ഹാപ്പി 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 മാരീഡ് ലൈഫ്. ശരി ശരി. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്കൊന്ന് ബിഗ് ബോസിൽ എനിക്ക് മസ്താനിയുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് അനുമോളാണ്. അപ്പോൾ അനുമോളുടെ കല്യാണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഭയങ്കര സന്തോഷം. ഭയങ്കര ഇനി അടുത്തത് അടുത്ത മസ്താനിയുടെയാണോ? അല്ല, അനുമോൾ ആക്ച്വലി ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അവളുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു കല്യാണം കഴിക്കണം, നല്ലൊരു പയ്യനെ വേണം, കുട്ടി ഉണ്ടാവണം, അങ്ങനെ കല്യാണം കഴിച്ചിട്ട്. അപ്പോൾ അതായിരുന്നു ആഗ്രഹം. അപ്പോൾ ഒരുപാട് സന്തോഷം. ഹാപ്പി മാരീഡ് ലൈഫ് അനു ആൻഡ് ചന്ദ്രൻ. മസ്താനിയുടെ കല്യാണത്തെ കുറിച്ചുള്ള ആഗ്രഹങ്ങൾക്ക് ചെറുക്കൻ്റെ അവനെ പോലെയോ അല്ല അവനെ പോലെയോ ആരും ചൂണ്ടി. എന്റെ കല്യാണത്തിന്റെ സ്വപ്നം ഇപ്പൊ അനുടെ കല്യാണം നടക്കുമല്ലേ, അതിനെ കുറിച്ച് നമുക്ക് പറയാലോ. അറിയൂ കല്യാണ ചെക്കനെ കുറിച്ചൊരു സങ്കല്പം. കല്യാണ ചെക്കൻ ഭയങ്കര പാവായിരിക്കണം, എനിക്ക് ഭയങ്കര പ്രയോറിറ്റി തരണം, എല്ലാത്തിനേക്കാളും ഉപരി എന്നെ ചൂസ് ചെയ്യണം, എന്നെ സ്നേഹിക്കണം, തിരിച്ചു എന്നെ പൊന്നുപോലെ നോക്കണം.
എനിക്ക് ഞാൻ പേഴ്സണലി ഭയങ്കര കെയറിങ് ഇഷ്ടപ്പെടുന്നതാണ്. അതുപോലെ ഒരാളാണ്. അവിടെ അല്ല ഓക്കെ ബൈ ഗായ്സ്. ഞങ്ങൾ കറക്റ്റ് സമയം ടേസ്റ്റ് ചെയ്യണമല്ലോ. അതിന്റെ മീഡിയ പുറത്ത് ഇല്ല കഴിച്ചു. ബൈ ബൈ. അവരുടെ ഫാമിലി ആരാധിക ബിഗ് ബോസിൽ കണ്ടതാണ് ചേച്ചി. തിരക്കായിരുന്നു, അതാണ് ബുട്ടീക്കിൽ തിരക്കില്ല, ഓണ സമയമല്ലേ. നിങ്ങളിവിടെ അവിടെ നിന്നോ? അവിടെ ഇല്ല, അവിടെ ബ്രോ സൈഡ് വാങ്ങിയല്ലോ ബ്രോ. നമ്മൾ എന്തിനാ വന്നേന്ന് പറഞ്ഞു കൊടുക്കാത്തത്? നിങ്ങൾ ചോദിക്കണ്ടേ എന്തിനാ വന്നേന്ന്? അനുമോള്. പോയിട്ട് വരാൻ പറ. സ്റ്റാറിന്റെ എല്ലാം അടിപൊളി. കല്യാണത്തിന് വേണ്ടി പ്രത്യേകം മനസ്സിലാ. നല്ല കല്യാണം. ഓക്കെ, സൂപ്പർ. ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ച് എങ്ങനെയുണ്ടായിരുന്നു? എല്ലാം പൊളിച്ച്. ഓക്കെ ചക്കരെ, ഞാൻ ഇനി നാളെ എറണാകുളം ചെല്ലണം. ചെന്നിട്ട് കുമ്പളോന്റെ ഷൂട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് അതൊക്കെ കാണാൻ.
കണ്ടു ആശംസകളൊക്കെ നേർന്നു, ഫോട്ടോസൊക്കെ എടുത്തു. അയ്യോ ഇങ്ങനെ വരില്ലേ, പേടിയോ. കുറെ ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരും വന്ന് പോയി. ഞാൻ കുറച്ച് ലേറ്റായി, കറക്റ്റായിട്ട് വരണമെന്ന് വിചാരിച്ചു, പക്ഷെ ബ്ലോക്കായിരുന്നു. ശരി, ഫുഡൊക്കെ കഴിച്ചില്ലേ? ഒത്തിരി സന്തോഷം. അനുവിന് നല്ലൊരു ലൈഫ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. രണ്ടുപേരെയും കണ്ടിട്ട് കണ്ണ് തട്ടാണ്ടിരിക്കട്ടെ, അത്ര പെർഫെക്റ്റ് പെയറാണ്. അപ്പോൾ ഹാപ്പി മാരീഡ് ലൈഫ് അനുകുട്ടി. സുഖമല്ലേ? സുഖമായിരിക്കും. പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാ? പുതിയ എന്ന് മുതൽ സിനിമ വരാൻ പുതിയ സിനിമ അനുമോളോട് എന്താ പറയാനുള്ളത്? അനുമോളോട് എന്താണ് പറയാനുള്ളത്? ഓൾ ദ ബെസ്റ്റ്. ഗംഭീരമാവട്ടെ കാര്യങ്ങളൊക്കെ. അതെ, ഇവിടെ ഹോൾഡ് ചെയ്യും, ഇതിനെ ഹോൾഡ് ചെയ്യും. എവിടെയാണോ നോവി? എവിടെ നീ എത്തി? എവിടെ ആകത്തുണ്ടോ അവനളിയാ? എത്ര കഴിഞ്ഞാ മാർക്കല്ലേ സൈഡ് ബാറ്റ് ബാറ്റ് അങ്ങനെ ചായ ഓ നന്നായി പോകുന്നു. അവിടെ ഓണം എങ്ങനെയുണ്ട്? എല്ലാം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓണം എത്താറായല്ലോ, കേറട്ടെ, കേറിട്ട് കാണാം. അനുമോളോട് എന്താണ് പറയാനുള്ള ഈ സമയത്ത്? അനു കല്യാണം ഒത്തിരി കാത്തിരിക്കുകയായിരുന്നു. അപ്പം അനു നന്നായിട്ടിരിക്കട്ടെ, നല്ല അടിപൊളി ചെക്കനെ കിട്ടി, സന്തോഷമായിട്ടിരിക്കട്ടെ. ഇപ്പൊ കണ്ടിട്ട് വരാം. സൈഡ് കണ്ടിട്ടില്ലല്ലോ.
അതിനാ അനുമോളെ കല്യാണമാണ്, എന്താ പറയാനുള്ളത്? ഹാപ്പി മാരീഡ് ലൈഫ്. തുടങ്ങിയായിരുന്നു. തുടങ്ങിയായിരുന്നു. ഇവിടെ വന്നാ ഹലോ. ഹായ് ചേച്ചി. എല്ലാ മലയാളികൾക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെയും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ ഓണാശംസകളും. നല്ല ഓണം തരും. ശരി ശരി. നാളെ പറഞ്ഞ വരാം. ഹലോ. കാല് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സുഖമാണല്ലോ മൃഗം. ഹാപ്പിയാണോ എല്ലാവർക്കും? അനുമോളെ കണ്ടോ? നിങ്ങളെ കണ്ടു, സംസാരിച്ചു, ആശംസകൾ നേർന്നു, ഓണം വിഷു പറഞ്ഞു. എല്ലാവർക്കും നന്മയുടെ ഓണം. ഇറങ്ങിയില്ല, ഞാൻ ഇവിടെ ഉണ്ട്. ഹലോ, എന്തൊക്കെ വിശേഷം? ഹായ്, സുഖം, അടിപൊളിയായിട്ടിരിക്കുന്നു. കുറെ നേരമായില്ലേ തുടങ്ങി? ഹായ് ബ്രോ. ഹലോ. ഹായ് ചേട്ടാ. ഹായ് ചേച്ചി. ക്യാമറ മാത്രമാണ്. ഫുഡ് കഴിച്ചാ ചേട്ടാ? വേറെ നമ്പർ നമ്മളെ രണ്ട് ഫ്രണ്ട്സ് വരാറുണ്ട്. അവരെ വെയിറ്റ് ചെയ്യും. ഹായ്, ഹലോ. സുഖമല്ല എല്ലാവർക്കും? സുഖമാണ്. ഹാപ്പിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? നല്ല പരിപാടിയാണ്, ഗ്രാൻഡ് പരിപാടിയാണ്.
സൈഡ് കൊടുക്കാം, സൈഡിലോട്ട് പോകാം. കഴിച്ചാ? ഇല്ല. കഴിക്കണേ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഹാപ്പി. സൈഡ് മാറുന്നേ. എല്ലാവരുണ്ടോ? ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു റിസപ്ഷൻ? എങ്ങനെ ഉണ്ടായിരുന്നു? റിസപ്ഷൻ കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ തിരിച്ചു വരും. നമ്മൾ കാറിൽ ഇല്ല, ഞങ്ങൾ തിരിച്ചു വരുന്നു. അവിടെ എന്തൊക്കെയാ പ്രോഗ്രാം? എന്തൊക്കെയാ എന്തോ അവിടുത്തെ പ്രോഗ്രാം എന്തൊക്കെയാ? നല്ല അടിപൊളിയാണ്. ആക്ച്വലി ഡാൻസ് ഉണ്ട്, എന്റെ ഡാൻസ് ഉണ്ട്, മിമിക്രി ഉണ്ട്, നല്ല ഡെക്കറേഷൻ. ഈ എന്താണ് അതിന്റെ പേര്, നമ്മുടെ ഒരു നല്ല ഫയർ വർക്ക്സ്, നല്ല ഇതൊക്കെ ചേട്ടാ മാത്രമേ മഴയത്തോട്ട് അഴിഞ്ഞത് എൻ്റെ മലയാളി എല്ലാവരും എൻ്റെ സ്വന്തം ആളാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. തിരിച്ച് ഞാനെങ്കിലും പറ എല്ലാവരും. ഓക്കെ ബൈ. ശരി പോട്ടെ. താങ്ക് യു ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല. പാവമാണ് ഇമോഷൻ. ഞാൻ
പിന്നെ ചേച്ചി സാരി അടിപൊളിയായിട്ടുണ്ട് നൈസ്. താങ്ക് യു. ഞാൻ ശരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം കാണാനും ഒത്തിരി പേരും നമുക്ക് കാണാനും എന്താ പറയുക ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ കാണാൻ പറ്റില്ല. പക്ഷേ ഇന്ന് മാരേജിൽ നേരിട്ടൊക്കെയാണ് ഒത്തിരി ചാറ്റിങ് വിളിക്കാറുണ്ട്, പക്ഷേ കാണാൻ പറ്റില്ല. കാണുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ പല സമയത്തും കാണാൻ അവസരം ഉണ്ടായിട്ട് നടന്നില്ല. ഇന്ന് കല്യാണം ഇത് കണ്ടു ആദ്യമായിട്ട്. ഒത്തിരി സന്തോഷം. ഓണമൊക്കെ എവിടംവരായി? ഓണത്ത് അങ്ങനെ നമുക്ക് ഗംഭീരമായിട്ട് ഓണമില്ലല്ലേ, ഫാമിലി മെമ്പേഴ്സ് മാത്രമാണ്. കുഴപ്പമില്ല. അപ്പോൾ ഫാമിലിയൊക്കെ വരുമോ ഓണത്തിന്? ആ എൻ്റെ നാട്ടിലെ ഇല്ല ചിലപ്പോൾ അടുത്ത നെക്സ്റ്റ് ടൈം. ഓക്കെ, ഹാപ്പി ഓണം. താങ്ക് യു. ഹാപ്പി ഓണം. താങ്ക് യു. ഫുഡ് എല്ലാവരും കൊണ്ടും സൂപ്പർ. ഹാപ്പി ഓണം. ഹാപ്പി എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണമൊക്കെ അല്ലേ, അപ്പൊ അതുകൊണ്ട് നമ്മളൊന്ന് കേരള തനിമയിൽ വരാമെന്ന് ഞാൻ വിചാരിച്ചു. പൊളിച്ചിട്ടാ. ഓക്കെ, ചെറുതായിട്ട് സൈഡിൽ വേണ്ട വേണ്ട ഒന്നും വേണ്ട, അത് വേണ്ട. ശരി, സൈഡിലോട്ട് ഒരുപാട് തമിഴ് അതിന് പഠിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. കാലിന് ഓക്കെ അല്ലേ ബ്രോ? കുറവായില്ലേ? ഹാപ്പിയാണോ? ഹാപ്പിയാണോ? വീണ്ടും ട്രെയിൻ പോകില്ലായിരുന്നു. അതെ. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എൻ്റെ സ്വന്തം ചാനൽ വെറൈറ്റി വീഡിയോകളാണ്. കാരണം അവരാണ് ഇന്നും എൻ്റെ കൂടെ സ്ട്രോങ് പില്ലേഴ്സ് ആയിട്ട് നിൽക്കുന്നത്. അത് നിങ്ങൾ ഇടണം എല്ലാവരും. നെഗറ്റീവ് രീതിയിൽ പല രീതിയിലും പല ആൾക്കാർ റിയാക്ട് ചെയ്തു. അതിനകത്ത് ക്യാൻസർ രോഗിയായി വയ്യാതിരുന്നിട്ട് പോലും ചേച്ചിനെ കോണ്ടന്റ് ആക്കി പലരും വീഡിയോ. എങ്ങനെയാണ് ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഒരു ഇപ്പോൾ എൻ്റെ ഒരു സിറ്റുവേഷൻ പറയാം. ഞാൻ ബിഗ് ബോസിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആവുന്നത്. ഞാൻ ബിഗ് ബോസിൽ പോയപ്പോൾ എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞ് പോലും വീഡിയോസ് ഇറക്കിക്കൊണ്ടിരുന്നത് അങ്ങനെയുള്ള കണ്ടന്റ് അവരുടെ മക്കളെ വെച്ച് പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന എന്ത് ചെയ്യണം? അവൾ ആ രീതിയിലല്ലേ പ്രതികരിക്കുള്ളൂ. അവളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പോസിറ്റീവായിട്ട് ആ ഒരു അസുഖം എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്താണ് ഇതൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തെണ്ടുകളുടെ അടുത്ത് പറയേണ്ട ലാംഗ്വേജ് അവൾ ശരിക്കും കുറഞ്ഞു പോയെന്നേ പറയുള്ളൂ. ഞാൻ പറയുന്നത് അങ്ങനെയല്ലേ, പ്രതികരിക്കണ്ടല്ലോ. അവരെ മെന്റൽ പ്രഷർ ഒന്ന് മനസ്സിലാക്കുക. അതായത് ഇതൊക്കെ പറയും, ഇവരെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നു, എന്നിട്ട് അവർ ഫേമസ് ആവുന്നു. എന്ത് കാര്യം ഇരിക്കുന്നു? ഇതൊക്കെ ഒരാൾക്ക് മനുഷ്യത്വം ഇല്ലാണ്ടായിരിക്കും.
അതായത് ഇപ്പൊ കമന്റ് സെക്ഷനിൽ വന്നിട്ട് പിന്നെ വേറെ തെരുവിളി ഇതിനൊക്കെ വകവെച്ച് കൊടുക്കുകയല്ലേ. അങ്ങനത്തെ കണ്ടന്റ് ഒക്കെ ഒഴിവാക്കുക. ഇപ്പൊ ഒരാൾക്ക് വേണ്ടത് അയാളെ വെറുതെ വിടാം. നിങ്ങൾ അയാളെ വന്നിച്ചില്ലെങ്കിൽ വെറുതെ വിടാൻ. നിങ്ങൾ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. ഈ പറയുന്ന പോലെ കുറേ റിവ്യൂവേഴ്സ് നിങ്ങൾക്ക് തന്നെ അറിയാം, പേരൊക്കെ പറഞ്ഞ് നമ്മൾ വെറുതെ പബ്ലിസിറ്റി ആക്കുന്നില്ല, പക്ഷെ പണികൾ ഉടനെ വരും. രേണു കുറച്ച് ലീഗലി മൂവ് ചെയ്യുന്നുണ്ട്. ഇന്നലെ പോയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കുറെ പേര് ആക്രമിക്കുന്നുണ്ട്. അതെല്ലാം കൂടി കുറേ പേരല്ല ബ്രോ, വളരെ ചുരുക്കം പേര്, കുറച്ച് പേര് പേഴ്സണലി ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നവരുണ്ട്. അവർക്കെതിരെ അല്ല, അവർക്ക് ഓൾറെഡി വേദനയാണ്, ഇനിയും വേദനിപ്പിക്കുന്നതിനാണ് അവര് ചിരിക്കുന്നത്. അവരുടെ ഉള്ളിൽ വേദന ഉണ്ടായിട്ടോ. പേഴ്സണലി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിസിക്കലി ഉണ്ടാവുന്ന പെയിൻ അല്ല ശരിക്കും, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന പെയിനാണ്. അവളിപ്പം മരിച്ചിട്ടില്ലല്ലോ, അത് അതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഓവർകം ചെയ്യാൻ കുറെ കൂടെ പാടുപെടും. കാര്യം ഇന്നലെ കണ്ടപ്പോൾ നമ്മൾ അത്രയും നമ്മൾ ഈ പറയുന്ന പോലെ അവളുടെ സിറ്റുവേഷൻസ് അവൾ പറയുന്നുണ്ട്. കാര്യം ഫിസിക്കലി ഉള്ള പെയിൻ അല്ല, അല്ലാതെ മെൻ്റലി അവൾ അനുഭവിക്കുന്ന ടോർച്ചറിങ് ആണ് ഇതിൽ കൂടുതൽ കിട്ടുന്നത്. അതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ നിൽക്കണമെന്നേ പറയുന്നുള്ളൂ. എല്ലാവരും പറയാനേ പറ്റുള്ളൂ. പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ഏത് രീതിയിൽ ആരാണ് ദൈവം അല്ലെങ്കിൽ ആരാണ് ദൈവം ഇല്ലെങ്കിലും പ്രാർത്ഥിക്കുക. ചില റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഈ സീക്രട്ട് ഏജൻ്റൊക്കെ സൗഹൃദം പോലും മുതലെടുത്ത് ചിലവർ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രേണു ചേച്ചിയുടെ ആണെങ്കിലും പല രീതിയിൽ കോണ്ടന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വയ്യാതെ വന്ന സമയത്ത് ചേച്ചിക്ക് ഒരു ഉപകാരം ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ അതിനെ പോലും കണ്ടന്റാക്കി ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നവർ അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് ശരിക്കും. ആരെ പറ്റി ചോദിക്കുന്നത്? സീക്രട്ട് ഏജന്റിന്റെ രേണുക്ക് എന്തോ ഇപ്പൊ കൊടുത്തല്ലോ, ഹെൽപ്പ് ചെയ്ത. ആക്ച്വലി ഇന്നലെ ഞങ്ങൾ പോയപ്പോൾ രേണു ആക്ച്വലി അവളുടെ വീട്ടിൽ AC വാങ്ങിച്ചു കൊടുത്തതിനൊക്കെ നല്ലതാണ്. പേഴ്സണലി അവർക്ക് നമുക്ക് അറിയില്ലല്ലോ അത് എന്താണ് പുള്ളി പറയുന്നത്, നമ്മൾ ചിന്തിച്ചിട്ടില്ല. പക്ഷേ രേണു ഹാപ്പിയാണ് എന്തായാലും. അതെ, എന്താണ് പുതിയ വിശേഷങ്ങളൊക്കെ? നമ്മൾക്ക് വീണ്ടും കയറുന്നില്ല, നിങ്ങൾ ക്യാമറയിലൊക്കെ അങ്ങോട്ട് കയറി. എന്താണ് പുതിയ വിശേഷങ്ങൾ? ബിസിനസ് അടിപൊളിയായിട്ട് അനുവിന്റെ ഫംഗ്ഷൻ എപ്പോഴും അനു അടിപൊളിയാക്കുമല്ലോ, എല്ലാം നല്ലതായിരുന്നു. സോ എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. പുതിയ വിശേഷങ്ങൾ സിനിമകൾ ഒരു തെലുഗു മൂവി ഇന്ന് റിലീസായി, ഇരുമുടി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നന്നായി. രവിതേജ കാർപ്പ് അടിപൊളിയായിരുന്നു. തമിഴിൽ എന്തെങ്കിലും പുതിയ വർക്കുകൾ എന്തെങ്കിലും വരുന്നുണ്ടോ? ഇപ്പൊ ഉടനെ റിലീസ് ഇല്ല, നടന്നുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും അപ്ഡേറ്റുകൾ അതിന്റെ ഓൾറെഡി വന്നല്ലോ, പ്രദീപ് രംഗനാഥ്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം എല്ലാവർക്കും. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. സുന്ദരിയായിട്ടുണ്ടല്ലോ, സുന്ദരിയായിട്ടുണ്ടല്ലോ. പൊതുവെ ഞാൻ സുന്ദരി ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതൊരു സമരം അവിടെ ധർണ. ഞാൻ വിചാരിക്കുമ്പോൾ അവർ സമരം ജയിക്കുമെന്ന്. അത് വെള്ള ഷർട്ടൊക്കെ. എന്തുണ്ട് വിശേഷം? എന്തായി ഓണവിശേഷങ്ങൾ? ഓണവിശേഷം ഓണത്തിന് നാട്ടിലുണ്ടാവും. ഓണം കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകും. ഇതാണ് പുതിയ വിശേഷം. ഒരു കൂട്ടം നടന്നു വരുന്നുണ്ട്. പിടിച്ചോളൂ. ഹലോ, ഹായ് ഋതുല. ബൈ. സുഖല്ലേ? സുഖം. അവള് പേടിച്ചു. കണ്ടാ മതി മക്കളെ. നീ കൊടുക്കാത്തത് എന്റെ കുഞ്ഞല്ലേ? എവിടെയാണ് നിൽക്കണത്? ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും അറിയില്ല. അവർ കുഴപ്പമില്ലെന്ന് പറയാൻ നമ്മൾ പറഞ്ഞ ഡ്യൂട്ടിയിട്ടുണ്ട്. നിങ്ങൾ അവർ
സന്തോഷം. എനിക്കൊന്ന് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ എന്നെ തന്നെ കാണുന്നത്. സോ ഹാപ്പി. നിങ്ങൾക്കൊന്നും മടുത്തില്ലേ? ഭക്ഷണം കഴിച്ചോ? ഇല്ല. വീട്ടിൽ പോറായില്ലേ? 4 മണിക്ക് വന്നല്ലേ? ശരി മതിയെന്നല്ലേ എല്ലാവരും പോയി കഴിച്ച് കിടന്നുറങ്ങ്. പ്രത്യേകിച്ച് ചേച്ചി ചേച്ചി നിങ്ങൾ രണ്ടോട് ഒരുമിച്ച് ചെന്ന് ഒരു ഹാപ്പി ഓണം പറയും. ഭക്ഷണം കഴിച്ചോ? ഇല്ല അടിപൊളി ഫുഡ് ഉണ്ടായിരുന്നു. നല്ല ഡെക്കോറാണ്. ഓണമായിട്ട് എന്താ പരിപാടി? ഓണമായിട്ട് ഹൗസ് വാമിങ്. ഒരു വീട് പാലുകാച്ചാണ് ഇപ്പോഴത്തെ സീമോണം അവിടെ എല്ലാവരും വയനാട് പോകും. അപ്പൊ സമയം നിങ്ങൾ പോ. അയ്യോ സ്ഥലം പറയണ്ട. പിന്നെ നമ്മളങ്ങനെ വരും. അത് പറയാൻ വേണ്ടിയല്ലേ പിന്നെ അടിപൊളിയായിരുന്നു. സൂപ്പറായിട്ട് പോയി. ഇപ്പോഴത്തെ കഴിഞ്ഞിട്ടില്ല. അവിടെ സെലിബ്രേഷൻ നടക്കുന്നേ ഉള്ളൂ. ഞാൻ പോവാണ്. ഞാൻ കുറേ നേരത്തെ വന്നതാ. എന്റർടൈൻമെന്റിൽ അങ്ങനെ നിന്നതാണ്. ഓൾമോസ്റ്റ് കഴിയാറായെന്ന് തോന്നുന്നു. അവരുടെ ഡാൻസും പാട്ടും സംസാരമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോവുമായിരുന്നു. എന്തായാലും ഹാപ്പി പോകും. ശരി കാണുമല്ലേ? ആ ഇല്ല, ഇപ്പൊ കുടുംബശ്രീക്കാരുടെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അറിയാലോ, അറ്റ് എ ടൈം നമുക്ക് മലയാളത്തിൽ ഒന്നേലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിങ്ങനെ ലോങ് റണ്ണിങ് എപ്പിസോഡ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു സന്തോഷം. നിങ്ങളൊക്കെ ഉണ്ടായിരുന്നോ 1300 എപ്പിസോഡ് സെലിബ്രേഷൻ? ഉണ്ടായിരുന്നില്ലേ? എനിക്ക് പലരും കണ്ടുവരാറിയാം. കുറേ പേരുടെ വീഡിയോസ് കണ്ടു. എറണാകുളത്ത് വന്നിട്ടുണ്ട് ഷൂട്ട് ചെയ്യാൻ. ഇന്നാ അത് പിന്നെ ഉണ്ടാവൂലേ? ഇന്ന് ഇവിടെ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അത് ഇത്രയും ഗ്രാൻഡ് ആയിട്ട് ഇത്ര അടിപൊളിയായിട്ട് ഇത്രയും ആർട്ടിസ്റ്റുകൾ. എനിക്ക് നമ്മൾ ആർട്ടിസ്റ്റുകളുടെ ഒരു എന്താ പറയാ ആത്മീയുടെയൊക്കെ മീറ്റിങ്ങിനാണ് നമ്മൾ ഇത്രയും ആർട്ടിസ്റ്റുകൾ സാധനം ഒരുമിച്ച് കാണാറ്. അതുപോലെ ആയിരുന്നു ഇവിടെ സിനിമയിലും സീരിയലും എല്ലായിടത്തു നിന്നുള്ള എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു. അതെല്ലാവരെയും കാണാൻ പറ്റി. ഇതിന്റെ പാർട്ട് അടിപൊളി. നിങ്ങളൊക്കെ കഴിച്ചോ? എല്ലാവരും വീഡിയോ അത് ചോദിക്കുമ്പോ ഇത് കഴിഞ്ഞിട്ട് കഴിക്കാൻ വെച്ചിട്ടാ. ഫുഡൊക്കെ എങ്ങനെ ഉണ്ടാകും? നല്ല ഫുഡായിരുന്നു. നല്ല ഇതല്ലേ എല്ലാം. നമുക്ക് ഏതാണ് ഏറ്റവും അടിപൊളി എന്ന് ചോദിച്ചാൽ പറയാൻ അറിയില്ല. എല്ലാം ഒന്നിനൊന്നും വെച്ചായിട്ട് എല്ലാ രീതിയിലും ഡെക്കറേഷൻസും സർവീസും ഫുഡും എല്ലാം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. കാണാം ഉടനെ തന്നെ. എന്തെങ്കിലും പുതിയ വിശേഷം ഉണ്ടോ? ഉടനെ കാണാം. അങ്ങനത്തെ വിശേഷമില്ല. സീരിയലിന്റെ വിശേഷം തന്നെ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടെങ്കിൽ എന്തായാലും അറിയാം. അല്ല, കുമ്പിയുടെ വ്ലോഗ് കണ്ടപ്പോ വന്നാണ്. എല്ലാരും അതന്നെ പറയുന്നത്. പനിമുള്ള കല്യാണം ഞാനാ വരലാക്കി കഴിഞ്ഞ പോവാണോ? വന്നിട്ട് കുറെ നേരമായില്ലേ? ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് അടിപൊളി. കാറ്ററിംഗ് ഒക്കെ സൂപ്പറായിരുന്നു. അതിലുപരി അവരുടെ ഹോസ്പിറ്റാലിറ്റി, അതാണ് ഹോസ്പിറ്റാലിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. ബൈ ബൈ. വന്ന് എൻ്റെ ചേട്ടനെ ചുടുതലെന്ന് കേട്ടോ ഒളിച്ചിരിക്കുക. വണ്ടി ഓടിക്കുന്നല്ല, അപ്പുറത്തിരിക്കുന്നു. നോക്കിയേ
ഒന്നര മണിക്കൂറിന് ബ്രദറിന്റെ കാറിൽ ഇരിക്കുക. ഇന്ത്യ ചേട്ടൻ പോയിട്ട് വന്നത് അതാണ് ബ്രദർ തൊപ്പി വെച്ചത്. ഹായ് മറ്റേ ബാഹുബലിയിലെ പോലെ അനുഷ്കനെ പോലെ ആരെ പോലെ അനുഷ്ക അനുഷ്ക കേക്കണ്ട. ഈഗോ അടിച്ചാലല്ലേ. അതെ അതെ പോയിട്ട് വരട്ടെ. ഓക്കെ ബൈ ബൈ. കാണാതെ പറഞ്ഞേ എത്ര സുന്ദരിയായിട്ട് ഭയങ്കര ഗ്രേസ് ആയിട്ട് അനുമോളെ കാണുമ്പോണ്ടുണ്ട് നമ്മളെ മനസ്സങ്ങ് നിറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് എത്താൻ വേണ്ടി പറ്റിയില്ല. രണ്ടുപേരും കല്യാണത്തിനും അവിടെ എത്തേണ്ടതായിരുന്നു, പക്ഷെ എത്താൻ പറ്റിയില്ല. പക്ഷെ ഇവിടെ നമ്മൾ എങ്ങനെയൊക്കെയോ ഓടി എത്തി. അത് വരാതിരിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ബന്ധമാണ് അവളെ. ഭയങ്കര സുന്ദരിയായിട്ടുണ്ട്, ഭയങ്കര സന്തോഷമായി. മനസ്സ് നിറഞ്ഞ അവളെ മുഖത്തുണ്ട് ആ ഒരു പ്രസാദം എല്ലാം. കുറേ പേരെ എന്താ പറയുക, കുറേ ആൾക്കാരുടെ നെഗറ്റീവ് കമൻസ് കുറേ കണ്ടിട്ടുണ്ട്. ലീവ് ഇറ്റ്, അതിനെയൊക്കെ ഇഗ്നോർ ചെയ്യുന്നത് നമ്മളെന്ന് വെച്ചാൽ എന്തിനാണ് അങ്ങനെ പറയുന്നത്. ചിലപ്പം ഓരോരുത്തരുടെ സ്വഭാവം ഇതായിരിക്കാം, പക്ഷേ എനിക്കറിയില്ല. ഇവരുടെ മാത്രമല്ല എല്ലാ വിവാഹത്തിൻ്റെയും പുറകിൽ അത് അവള് തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി, അതിനപ്പം നമുക്കൊന്നും പറയാനില്ല. പക്ഷെ നമുക്ക് ഭയങ്കര സന്തോഷമായി. നമുക്ക് എല്ലാവരും റീയൂണിയൻ പോലെ റീയൂണിയൻ പോലെ ആയി. അതെ അതെ, 5 വർഷമായിട്ട് അവളുടെ എന്താ പറയുക എല്ലാ ഉയർച്ചയും കണ്ട് നമ്മൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു കൂട്ടുകാരായിട്ട്. അപ്പം ആ ഒരു അനിയത്തി കുട്ടിയുടെ ആ ഒരു എന്താ പറയുക, അനീഷേട്ടൻ വന്നില്ല. അനീഷിനെ കണ്ടില്ലല്ലോ, അനീഷിന് വന്നിട്ടില്ല. അത് കിട്ടില്ല. ഓ സന്തോഷം. നിങ്ങളെ പേടിച്ചായിരിക്കും മനീഷനെ ഒന്നാമത്തെ അറിയോ, നമ്മളിപ്പോ ബിഗ് ബോസിൽ ചിലപ്പം പലതും ഗെയിമിന്റെ ഭാഗമായിട്ട് പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ പറഞ്ഞു എന്നൊക്കെയാണ്. അങ്ങനെ അവിടെ കാണുന്നൊന്നല്ല സൗഹൃദം എന്ന് പറയുന്നത്. അതിന്റെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുള്ള സൗഹൃദം ഉണ്ടല്ലോ, ആ ഒരു സൗഹൃദം നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിച്ചു. എന്ന് വെച്ചാൽ ആ ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഒരാളുടെ മനസ്സിലില്ല. എല്ലാവരും വളരെ ഓപ്പൺ ആയിട്ട് ഗംഭീരമായിട്ടുള്ളൊരു പ്രോഗ്രാം. അനീഷേട്ടൻ വരാത്തതിൽ വേറെ കുറെ കമന്റുകൾ വരാൻ പോകുന്നുണ്ട്. അത് വരുമായിരിക്കും, അത് സ്വാഭാവികം. എന്ന് വെച്ചാൽ ഈ നല്ലത് പറയാൻ ആൾക്കാർക്ക് ഇച്ചിരി മടിയാന്നേ, മോശം പറയാൻ വേണ്ടിയാണല്ലോ ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവും അല്ലേ. നമ്മൾ പിന്നെ കുറെ കേട്ട് പഴകിയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇഷ്ടംപോലെ ഇതിൻ്റെ അടിയിൽ വരുമല്ലോ, കേട്ട് പഴകിയോണ്ട് കുഴപ്പമില്ല. താങ്ക് യു എല്ലാവർക്കും, കമന്റ് ഇടുന്നവർക്ക് എല്ലാവർക്കും. ഓക്കെ, നൈസ്. നമ്മുടെ അമ്മണി അവള് അനുമോള് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവള് ഫേവറേറ്റ് ആണ്. ഇവിടെ അവളെ മടിയിൽ തന്നെ ആയിരിക്കും. നമുക്ക് പുറത്തേക്കാം കേട്ടാ അല്ലേ. അമ്മണീനെ ഹൈ പുറത്തേക്ക് വെയിലെ കൂടെ അവള് നേരെ പോയനെ. പാടിക്കോ പാടിക്കോ ഫുള്ള് ഇതടിച്ചു കേട്ടാ. കയറിപ്പോളല്ലേ. ഇതേപോലെ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പോവുമായിരുന്നു. ആ ചോദ്യത്തിനോട് വല്ല പ്രസക്തി ഉണ്ടോ ഇല്ലല്ലോ. പിണക്കമുള്ളവര് ഇത് വരില്ല, മനസ്സിലായില്ലേ. പിണക്കമുള്ളവര് പക്ഷെ ഞങ്ങൾക്ക് മറ്റേ നന്മ മരങ്ങളാണ്. ഓക്കെ, ഇതൊക്കെ അങ്ങനെ പിണക്കും വഴക്കൊന്നും കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ്. അത് മോള് പറഞ്ഞിട്ട് കയറിട്ടോ രക്ഷിക്കാൻ നോക്കുമ്പോഴത്തേക്ക് സമ്മതിക്കത്തില്ലേ. ഞാൻ പറഞ്ഞതാ. അത് കഴിഞ്ഞു നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണലി ഒരു ഇഷ്യൂസ് ആരുമായിട്ടുമില്ല. അതുകൊണ്ട്
സഹകരിക്കുന്നു പോകണം, അങ്ങനെയാണല്ലോ മനുഷ്യന്മാരില്ലേ. ഇനി കുറച്ചു നേരം ഇത്രയും നേരം ഞാൻ കുറച്ച് സാധിച്ചില്ലേ എന്റെ ഡാൻസ് സമാക്കിനെ പറ്റിട്ട് ഒന്ന് പറയൂ, ആരെങ്കിലും ഒന്ന് ചോദിക്കൂ, പറയൂ. സമയമായിരുന്നു ഞാൻ എല്ലാം ഒന്നും ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടു, ഭയങ്കര മോശം. മോയ്ക്കൊന്ന് ഒരു തരി പോലും സാരി വാങ്ങിക്കല എല്ലാം പിന്നി പോകും. ഇവിടെ ഡാൻസ് ധമാക്ക അടിപൊളിയായിരുന്നു ഗൈസ്. അതില് അവൻ പെണ്ണിന്റെ ഒരു വേഷം ഇട്ടിട്ട് വന്ന് അടിപൊളിയായിട്ട് തകർക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അതെ ഇനി വെറുതെ പിന്നെ ബാക്കി വരുന്നത് മോയ്ക്ക് എന്ന് പറഞ്ഞ പ്രാണിയെ പറ്റുന്ന ജീവിതത്തിൽ ഞാൻ കേട്ടിട്ട് കൂടിയില്ല, അത് കേട്ടിട്ടില്ല, ഇപ്പോഴാണ് കേൾക്കുന്നത്. ബട്ട് ഇറ്റ്സ് വെരി നൈസ്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും തന്ന സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും പെട്ടെന്നൊരു. പക്ഷെ ഇത് മോയ്ക്കിന്റെ അല്ല, പക്ഷെ മോയ്ക്ക് തന്ന പൈസ. അതെ, ഇത് എന്റെ സ്പോൺസർഷിപ്പ്. അപ്പൊ ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആര് മാറുമെന്ന് അറിയാമോ? ഇല്ല, ഞാൻ മാറിയിട്ട് കാര്യമില്ല. നൂന് പറഞ്ഞയച്ചു. ഇപ്പൊ നൂമിന്റെ ആവശ്യമില്ലല്ലോ, ഞാനുണ്ടല്ലോ ബ്രദറായിട്ട്. കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്റെ നോബിളി. ഇപ്പൊ എല്ലാവരും പറയുന്നത് നൂബിന്റെ ബിന്നിയുടെ പിറക്കാണ്ട് പോയ മകനായിരുന്നു. ആരും പറഞ്ഞില്ല, ഒരു തെറ്റുകാരി മക്കൾക്ക് വേണ്ട കേട്ടോ. ശരി, ഞങ്ങൾ പോട്ടെ. ഓവറൊക്കെ ചേർന്ന് പോട്ടെ. ശരി, അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്. ഹാപ്പി ആണ് അഡ്വാൻസ്. നിങ്ങളിങ്ങനെ അങ്ങോട്ട് വീഴല്ലേ കേട്ടോ ഞാൻ നടന്നു. നിങ്ങൾ വിട്ടാലേ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. ഓക്കെ, ശരി, ബൈ. ചേട്ടൻ ഫോട്ടോ അകത്ത് പോകട്ടെ, കണ്ടിട്ടുണ്ട്. നീ എന്റെ വായില് എക്സ്ക്യൂസ് മീ, അവിടെ നിൽക്ക്, വാ ഇങ്ങോട്ട്. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു. വാ, ആ പച്ചക്കുട്ടിനെ കൂടി വിളിക്ക, സാറിനെ വിളിക്കുക. നിങ്ങൾ തന്നെ ഇപ്പം എനിക്ക് ഒറ്റയ്ക്ക് അങ്ങനെ കണ്ടിട്ടൊന്നും വേണ്ട, ബിക്കോസ് ഇത് ഇവർ ഡിസേർവിങ് ആണ്. ഇവരാണ് നേരത്തെ ഡാൻസ് കളിച്ചത്. പക്ഷെ ഇങ്ങനെയുള്ളവരാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അതായത് എന്നെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴത്തേക്കും ദർ ഇസ് നത്തിങ്. ദിസ് ഈസ് ആക്ച്വലി ദേ ആർ ലിവിങ് വിത്ത് ദെയർ ടാലന്റ്. അങ്ങനെയുള്ളവരാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഞാൻ ഒരു നിമിഷം പറയാമല്ലോ, എനിക്ക് പൊതുവെ എന്നെക്കാട്ടി നന്നായി ഡാൻസ് കളിക്കുന്നവരെ കാണുമ്പോൾ പൊതുവെ എനിക്ക് അസൂയ കുശുമ്പോൾ വരും. മനുഷ്യരാണ് ബേസിക്കലി, എനിക്ക് അങ്ങനത്തെ സാധനമുണ്ട്. പക്ഷേ ഞാൻ ഒരു നിമിഷം അത് ചിന്തിക്കാൻ കൂടി പറ്റില്ല, തമ്പിച്ച് നിന്ന് പോയി ഒരു നിമിഷത്തേക്ക്. ഏതോ സ്റ്റുഡിയോയുടെ പേര് നടക്കുകയും പറ്റില്ലേയും വൈകാണ്ട് തന്നെ ഞാൻ പാഴ്സലാണ്. ഞാനിപ്പോ ഡാൻസ് ആക്കാനുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ഡാൻസ് പ്രൊമോട്ട് ചെയ്യണ്ടല്ലേ. പച്ചവിടെ സോം ചെയ്യും. വൈകാണ്ട് അനുമോളുടെ ആ വീഡിയോയിൽ കാണാൻ പറ്റും. എനിക്ക് ഭയങ്കര അട്രാക്ഷൻ. എനിക്ക് പേഴ്സണലി അറിയാലോ ഒരാളുടെ സ്വാഗ്. ലവ് ദാറ്റ്. എവിടെ എവിടെ
ഇങ്ങോട്ട് നോക്ക്. ഇനി എടുക്കോ അവന്റെ ആഗ്രഹമില്ല. ഓണം അടുക്കാറായില്ലെങ്കിൽ അതാ ഹാപ്പി ഓണം. എല്ലാവർക്കും ഹാപ്പി ഓണം. എന്റെയോ കഴിയട്ടെ കുറച്ച് കഴിഞ്ഞിട്ട്. ഇത് കണക്ക് സസ്പെൻസ് ആയിരിക്കുമോ? നമ്മൾ വേറെ ആരെയോ കല്യാണം ചെയ്യുന്ന പറ്റുമത്തില്ലായിരുന്നു. ആ ശരി ശരി ശരി. എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ചിലപ്പോൾ സസ്പെൻസ് ആയിരിക്കും. സസ്പെൻസ് ആകാതിരിക്കുക. അല്ല ഒത്തുവരുവാണെങ്കിൽ ഇപ്പോൾ എവിടെയും ഉണ്ടാവും. സന്തോഷമായി. എല്ലാവരും ഹാപ്പി. പിന്നെ അനുവിൻ്റെ ചേച്ചിയും അച്ഛനും അമ്മയും എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇന്നലെ അടിപൊളിയായിരുന്നു. റിസപ്ഷനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ആക്ച്വലി ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അനു ഇങ്ങനെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറയുമായിരുന്നു. അനുവിന് ഉടനെ തന്നെ കല്യാണം കഴിക്കണം അങ്ങനെയൊക്കെ പറയുമായിരുന്നു. എന്തായാലും അവളുടെ ആഗ്രഹം പോലെ തന്നെ നല്ലൊരു പാർട്ട്ണറിനെ കിട്ടി. കഴിഞ്ഞ വർഷം ഈ സമയം തന്നെ. അപ്പോൾ ഈ വർഷം വധുവായിട്ട് കണ്ടതിൽ ഒത്തിരി സന്തോഷം. ശരി എന്നാ പോട്ടെ. ഓക്കെ ഹാപ്പി ആണോ? അനീഷേട്ടൻ അറിയില്ല. വിളിച്ചിട്ടുണ്ടോ? എല്ലാവരും വിളിച്ചിട്ടുണ്ടല്ലോ. മേ ബി എന്തെങ്കിലും ഷൂട്ട് എന്തെങ്കിലും തിരക്കായിരിക്കും. അതായിരിക്കും. എനിക്കറിയില്ല. ഞാൻ കുറച്ച് മുന്നേ അല്ലേ വന്നത്. ഞാൻ കണ്ടില്ല ആരൊക്കെ വന്നു. ശരി. അപ്പം കുറേ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ മണിയർണിയുടെ ഇതും മണിയർണിയുടെ എൻ്റെ സ്വന്തം ബിസിനസ്സിൻ്റെ തന്നെ. ശരി. ഇപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്. ഹാപ്പി ആണ്. എല്ലാവരും കണ്ടല്ലോ. സന്തോഷം. ഹാപ്പി ആണ്. എല്ലാവർക്കും ഹാപ്പിയാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നിങ്ങളല്ലേ പറയണ്ടേ? നിങ്ങൾക്കല്ലേ വിശേഷം? ഓക്കെ. എങ്ങനെയുണ്ട് ഫോട്ടോ? ഒന്നും പറയാനില്ല. ഭയങ്കര ഹാപ്പിയാണ്. സന്തോഷം. നിങ്ങൾ പറ. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? കഴിച്ചില്ല. കഴിക്കാൻ പോണതേ തന്നല്ലേ? അടിപൊളി ഫുഡ്. സത്യം. ഞാനും നമ്മളെല്ലാവരും ഒന്ന് പറയായിരുന്നു. കപ്പ മീൻ സൂപ്പർ ഫുഡാണ്. ഇനി വിശപ്പിൻ്റെ ആണോന്ന് അറിയില്ല. ഇവിടെ അല്ലാതെ ഫുഡ് അടിപൊളിയായിരുന്നു. നന്നായിട്ട് നല്ല മംഗളമായിട്ട് നടന്നു കല്യാണം. സോ ഹാപ്പി ഫോർ ഹർ. കല്യാണത്തിന് കണ്ടില്ല? കല്യാണത്തിന് ഓണമല്ലേ മോനെ? കുറച്ച് പൈസ ഉണ്ടാക്കുന്ന സമയം തിരക്കായിരുന്നു. ഓണമല്ലേ എവിടെ വരെ എത്തി? ഓണം കഴിയാറായില്ലേ? അല്ല കുറേ തുടങ്ങുകയാണ്. പക്ഷെ ഞങ്ങളുടെ സെയിൽ. പിന്നെ ഓണത്തിന് നിങ്ങളുടെ എന്തൊക്കെയാണ് വിശേഷം? തന്നെയാണ് വിശേഷം. പിന്നെ എങ്ങനെയുണ്ട് എൻ്റെ സാരി? പറഞ്ഞില്ലേ സാധാരണ എപ്പോഴും നിങ്ങൾ അതിനെ കുറിച്ചല്ലേ പറയുന്നത്. സാരി കൊള്ളാം. ലുക്കായിട്ടുണ്ട്. മൂക്കുത്തിയെ കുറച്ചുകൂടെ ഭംഗി. മഹാരാഷ്ട്രീയൻ കണ്ണുകൊണ്ട് ടെസ്റ്റ് ചെയ്യുന്ന സ്പോൺസർ ചെയ്യണം. ചേച്ചി അനുമോളിന് തമിഴ്നാട്ടിലെല്ലാം പോവോ താമസം? നല്ല നാടല്ലേ തമിഴ്നാട്? ഞാൻ പകുതി തമിഴത്തിയാണെന്ന് അറിയാമോ? ചേച്ചിയാ? എൻ്റെ റൂട്ട്സ് തമിഴ്. നല്ലല്ലേ? അപ്പം 2 സ്റ്റേറ്റ് എന്താ സ്റ്റോറി ഓഫ് 2 സ്റ്റേറ്റ്സ്. സന്തോഷം. ഭയങ്കര സന്തോഷമുണ്ട്. ബിക്കോസ് ലാസ്റ്റ് ടൈം ഞാൻ നിങ്ങൾ കേട്ടോന്നറിയില്ല. ലാസ്റ്റ് ടൈം ഞാൻ അവളെ കാണുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ മാസ്ക് ഒക്കെ ഇട്ടിട്ട് അവൾ വന്ന് സംസാരിക്കാൻ വന്നപ്പോൾ കല്യാണത്തിൻ്റെ തിരക്ക് അവൾ എല്ലാം ഓടി നടന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തൊരു
ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് അവള്, ഗോ ഗെറ്ററാണ്. ശരിക്കും കല്യാണ വീഡിയോ കണ്ടപ്പം ലിറ്ററലി സന്തോഷ കണ്ണീര് ഒരുപാട് പേർക്ക് അവളെ അറിയാന്നുള്ള, അവളുടെ കഷ്ടപ്പാട് അറിയാന്നുള്ള ഒരുപാട് പേരുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും. ഇനിയെങ്കിലും ഈ ഓട്ടപ്പാച്ചിലില്ലാതെ അവൾക്ക് നല്ലൊരു ഹാപ്പി ലൈഫ്, മാരീഡ് ലൈഫ് സംഭവിക്കട്ടെ. സോ ഹാപ്പി. അനീഷ ബിഗ് ബോസ് ബിഗ് ബോസിൽ അനീഷിന്റെയോ? അനീഷ കല്യാണമായോ? അല്ല വിളിച്ചില്ലേന്ന് അനുമോള് അനുമോളടുത്തല്ലേ ചോദിക്കണ്ടേ? എല്ലാരും വന്നായിരുന്നു. അപ്പൊ എല്ലാരും വന്നായിരുന്നു ബിഗ് ബോസില്. അനീഷേട്ടാ ചോദിച്ചു. അറിയില്ല, ചോദിച്ചിട്ട് പറയണോ? ചോദിക്കണം, നിങ്ങൾ നേരിട്ടൊന്ന് ചോദിക്കോ? ചോദിക്കട്ടെ, എന്താ ഈ ജാൻമണിയുടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാം. പതുക്കെ കേറി 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 എവിടെ കേറി നിൽക്കും? എന്താ അറിയണ്ടേ? അതാ ചോദിച്ചത്. ജാൻമണിയെ കുറിച്ച് എന്താ അറിയണ്ടേ? അവളെ എല്ലാവർക്കും ഇപ്പോൾ ഒരുവിധം മലയാളികൾക്കൊക്കെ അവള് എന്തുമാത്രം പലരും ചിന്തിക്കാതെയാണ് അവൾ എടുത്ത് പറയുന്നത്. പിന്നെ പ്രൊട്ടസ്റ്റിന് പോയതിൽ ഒബ്വിയസ്ലി എന്നെപ്പോലെ ഒരുപാട് പേർക്ക് സന്തോഷമുണ്ട്. അവള് അത്രയും സ്ട്രോങ് ഒരു ഡിസിഷൻ എടുത്ത് കുട്ടികൾക്ക് വേണ്ടി അവിടെ പോയി ഫൈറ്റ് ചെയ്തെങ്കിൽ അതിന് ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. പക്ഷേ ബഹുമാനപ്പെട്ട് PM അഗെയിൻസ്റ്റ് സംസാരിച്ചതിനോട് ഞാൻ യോജിക്കുന്നില്ല. ആ ഒരു പൊസിഷനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. മാത്രമല്ല അപ്പം അങ്ങനത്തെ ഒരു കാര്യമാണ്. അല്ലാതെ അവളോട് ഇപ്പോഴും സ്നേഹമാണ്, എല്ലാമാണ്. ബട്ട് നമുക്ക് തെറ്റാണെങ്കിൽ നമ്മൾ തെറ്റെന്ന് പറയാൻ പറ്റണം. അതാണ് സുഹൃത്തുക്കൾ. അതുപോലെ തന്നെ നല്ലത് കണ്ട് അപ്രിസിയേഷൻ കൊടുക്കാനും പറ്റണം. അതെയാ, ചേച്ചി പോവേണോ? പോണ്ടേ? അല്ല ചോദിച്ചു. അവരെവിടെ? നാളെ പോവാനുള്ളതാ കൊച്ചിക്ക്. അപ്പുണ്ണി ചേട്ടൻ അറിയോ? ആർട്ട് ഫിലിം മേക്കർ അപ്പുണ്ണി ചേട്ടൻ്റെ ഒരു ബില്ലിയാർഡ്സിൻ്റെ ഒരു ഇത് ഓപ്പൺ ചെയ്യും. നാളെ ഇനോഗ്രേഷൻ ആണ്. അത് കഴിഞ്ഞ് മറ്റന്നാൾ മനുഷ്യരെങ്ങാട്ടി ലോയലല്ലേ ഇവരൊക്കെ? ഇവരെന്നും എന്നും അതുപോലെ ഉണ്ടാവും. മനുഷ്യരുടെ കാര്യം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മനുഷ്യരാണ് ഏറ്റവും കൂടുതൽ നിറം മാറുന്നത്. ഇവരൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും. നിങ്ങൾ കണ്ടോന്നറിയില്ല, ഒരു മാസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു റെസ്ക്യൂഡ് ബേബി സ്ക്വയറിലായിരുന്നു. അല്ല പിന്നെ ചുമ്മാ ഇല്ല, ഇത് പംകിൻ. എനിക്ക് അവൻ്റെ 4 കുട്ടികളാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത്. സുഖമാണോ? ജിസേലിനെ കാണപ്പോൾ രാജകുമാരിയെ പോലെ ഉണ്ട്. You look so gorgeous. ശരി, ഇതുപോലൊരു കല്യാണം വേണ്ടേ? എനിക്ക് നാളെ വരണം. നല്ല പ്ലാനും ഉണ്ടോ? വളരെ എങ്ങാനും അത് മറിഞ്ഞു ഒലക്കല്ലേ? അനുമോൾ ലൈക്ക് ലോട്ട് ഓഫ് ബെസ്റ്റ് വിഷസ് ടു അനുമോൾ. അതാണ് അവളെ സപ്പോർട്ട്. ലൈക്ക് യു കം ടു സെലിബ്രേറ്റ് അനുമോൾ. സോ യാ, നിങ്ങൾ കഴിച്ചോ? എല്ലാം ഓക്കെ? ഗുഡ് നൈറ്റ്. പോട്ടെ. ഇവിടെ എങ്ങനെയുണ്ട് കല്യാണം? നിങ്ങളെല്ലാവരും സൂപ്പറല്ലേ? ക്രിക്കറ്റിലേക്ക് എങ്ങനെ പോകുന്നു? അടിപൊളി, നല്ല പ്രാക്ടീസ്, എല്ലാം സൂപ്പറായിട്ട് പോകുന്നു, സ്മൂത്തായിട്ട് പോകുന്നു. അടുത്ത CCLന് വേണ്ടി നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളെല്ലാവരും ഹാപ്പി അല്ലേ? ഫുഡ് കഴിച്ചില്ലേ എല്ലാവരും? ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ് ഗൈസ്. ഗുഡ് നൈറ്റ്. ശോഭ ഇല്ല, എടുത്തിട്ടില്ല. Hi Giselle, how are you? Good.
ഹാപ്പി. അത് ചോദിക്കുക എത്ര സമയം എടുത്തു മുടി ശരിയാക്കാൻ, എത്ര സമയം എടുത്തു ലുക്കൊക്കെ സെറ്റാക്കാൻ, ഡയമണ്ടിൻ്റെ ഇതൊക്കെ ഇട്ടാൻ, അതൊക്കെ ചോദിക്കും നിങ്ങൾ. എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങൾ? നല്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങൾ. എത്ര സമയം എടുത്തു, എത്ര സമയം എടുത്തു റെഡി ആവാൻ? ശരിക്കും പറ, സമയം എടുത്തു? ഇച്ചിരി സമയം എടുക്കും, പെണ്ണുങ്ങളായ സമയം എടുക്കും. അല്ല നിന്നെ പോലെ അങ്ങനെയല്ല, ജിസിന് പറയണോ നമ്മള് പറയണം? നീ പറ. ഒരു കാര്യം നമ്മൾ എത്തിയത് 7 മണിക്കാണ്. പെട്ടെന്ന് റെഡിയാകും, പെണ്ണുപിള്ളമാർ ഒന്നും പറയാനില്ല. നമ്മൾ 6 മണിക്കാണ് ഇവിടെ എത്തിയത്, 10 മണിക്ക് ഇവിടെ റെഡി ആകും. 7 മണിയാ 3 മണിക്കൂർ നാളില്ലേ? വാ കണ്ട അവൻ പല്ലിക്കത്തിലെ കുളിക്കത്തിൽ അവൻ ഇങ്ങനെ ഉറക്കം എഴുന്നേറ്റ് വരും. അതുപോലെ പെണ്ണും പിള്ളേർ താങ്ക് യു.